ഒരു ഫ്ലെക്സ് ബോർഡ് മാറ്റിയതുമായി ബന്ധപ്പെട്ട തർക്കം ഒടുവിൽ 2 യുവാക്കളുടെ ജീവനെടുക്കുന്നതിലേക്ക് നയിച്ച സംഭവം പെരിയ ഇരട്ടക്കൊലപാതക കേസ്. കൊന്നവരും കൊല്ലിച്ചവരും ഉൾപ്പെടെ മുഴുവൻ പ്രതികളും CPM പ്രവർത്തകരും നേതാക്കളും. മുൻ MLA മുതൽ പ്രാദേശിക നേതാക്കൾ വരെ ആകെ 14 പ്രതികൾ. നിയമ പോരാട്ടത്തിനൊടുവിൽ കേസിന്റെ വിധി വരുമ്പോൾ 10 പ്രതികൾക്കാണ് പ്രത്യേക CBI കോടതി ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത്. സംസ്ഥാന രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ പെരിയ ഇരട്ടക്കൊലപാതക കേസിന്റെ നാൾവഴികളിലേക്ക്. കല്യോട്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നവീകരണത്തിന് ഫണ്ട് അനുവദിച്ച കുഞ്ഞിരാമൻ MLAക്ക് അഭിവാദ്യമർപ്പിച്ച് സ്കൂളിന് മുൻപിൽ സ്ഥാപിച്ച ഫ്ലെക്സ് അവിടെ നിന്നും കാണാതാവുന്നു. പിന്നാലെ ഫ്ലെക്സ് നീക്കിയത് കോൺഗ്രസ് പ്രവർത്തകരാണെന്ന് CPM ആരോപിക്കുന്നു. ആരോപണത്തിൽ തീർന്നില്ല കാര്യം. പിന്നാലെ പ്രതികാര നടപടിയായി സ്കൂളിന് സമീപത്തെ കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള വാദ്യകലാസംഘം ഓഫീസ് CPM പ്രവർത്തകർ തീയിടുന്നു. ഇതോടെ തർക്കം രൂക്ഷമായി. പിന്നാലെ പ്രദേശത്ത് ഉദ്ഘാടനത്തിനൊരുങ്ങിയ CPM ഓഫീസ് കോൺഗ്രസ് പ്രവർത്തകർ തകർത്തു. ഇതോടെ ഇരു വിഭാഗത്തിന് നേരെയും പോലീസ് കേസെടുക്കുന്നു. എന്നാൽ ബേക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകൾ അനുരഞ്ജന ചർച്ചയിലൂടെ പരിഹരിച്ചു. ഇതോടെ പ്രദേശത്ത് തൽക്കാലത്തേക്ക് സമാധാനം കൈവരുന്നു. എന്നാൽ അത് കുറച്ച് കാലത്തേക്ക് മാത്രമായിരുന്നു. ഒരിടവേളയ്ക്ക് ശേഷം മുന്നാട് പീപ്പിൾസ് കോളേജിൽ കല്യാട്ടെ KSU പ്രവർത്തകന് മർദ്ദനമേറ്റതിന് പിന്നാലെ കോൺഗ്രസ് CPM ബന്ധം വീണ്ടും വഷളായി. മർദ്ദനത്തിന് പ്രേരിപ്പിച്ചത് CPM ലോക്കൽ കമ്മിറ്റി അംഗമായ A പീതാംബരനാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പീതാംബരനെയും മറ്റൊരു CPM പ്രവർത്തകനെയും ആക്രമിക്കുന്നു. അതിൽ കോൺഗ്രസുകാർക്കെതിരെ വധശ്രമത്തിന് പോലീസ് കേസെടുത്തു. കൃപേഷിനെ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയെങ്കിലും പോലീസ് അന്വേഷണത്തിൽ ഒഴിവാക്കപ്പെട്ടു. ശരത് ലാൽ കേസിൽ റിമാൻഡിലായി. പിന്നാലെ പീതാംബരനെ ആക്രമിച്ചവർക്ക് നേരെ തിരിച്ചടിക്കുമെന്ന് CPM പ്രവർത്തകർ സോഷ്യൽ മീഡിയ വഴി ഭീഷണിപ്പെടുത്തുന്നു. ഇതിന് പിന്നാലെയാണ് നാടിനെ ഞെട്ടിച്ച ഇരട്ടക്കൊലപാതകം നടക്കുന്നത്. 2019 ഫെബ്രുവരി 17 പതിവ് പോലെ ഒരു ദിവസമായിരുന്നു പെരിയക്കാർക്ക് അന്നും. നടക്കാനിരിക്കുന്ന കല്യോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ പെരുങ്കളിയാട്ടത്തിൻ്റെ ആഘോഷത്തിലേക്ക് നീങ്ങുകയായിരുന്നു നാട്. പെരുങ്കളിയാട്ടത്തിൻ്റെ സംഘാടക സമിതി യോഗത്തിനു ശേഷം വീട്ടിലേക്ക് മടങ്ങുകയാണ് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷും ശരത് ലാലും. സമയം വൈകിട്ട് 7:45. ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന ഇവരെ പൊടുന്നനെ ഒരു ജീപ്പ് വന്നിടിക്കുന്നു. റോഡിലേക്ക് മറിഞ്ഞു വീണ ഇരുവരെയും ജീപ്പിൽ നിന്നിറങ്ങിയ ആക്രമികൾ തുടർച്ചയായി വെട്ടുന്നു. കൃപേഷിൻ്റെ തലയിൽ മഴ പോലുള്ള ആയുധത്തിൻ്റെ വെട്ടേറ്റ് 13 സെൻറ്റിമീറ്റർ ആഴത്തിൽ തലച്ചോർ പിളരുന്നു. ശരീരത്തിൽ വാൾ ഉപയോഗിച്ചുള്ള വെട്ടുമുണ്ട്. ശരത് ലാലിൻ്റെ ശരീരത്തിൽ ചെറുതും വലുതുമായ 20 വെട്ടുകളാണ് ഏറ്റത്. വെട്ടേറ്റ കൃപേഷ് സംഭവ സ്ഥലത്തും ശരത് ലാൽ മംഗളൂരുവിലെ ആശുപത്രിയിലേക്ക് ഉള്ള വഴിയും മരണപ്പെടുന്നു. കൊല്ലപ്പെടുമ്പോൾ ശരത്തിന് 23ഉം കൃപേഷിന് 19ഉമായിരുന്നു പ്രായം. ഏറെ കോളിളക്കം സൃഷ്ടിച്ച സംഭവം ആദ്യം ലോക്കൽ പോലീസിൻ്റെ പ്രത്യേക സംഘവും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിക്കുകയായിരുന്നു. എന്നാൽ തങ്ങൾ പോലീസ് അന്വേഷണത്തിൽ തൃപ്തരല്ലെന്ന് കാണിച്ച് ശരത്തിൻ്റെയും കൃപേഷിൻ്റെയും മാതാപിതാക്കൾ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് കേസന്വേഷണം CBI ഏറ്റെടുത്തത്. പെരിയയിൽ നടന്നത് രാഷ്ട്രീയ കൊലപാതകമാണെന്നും പ്രതികൾ CPM ബന്ധമുള്ളവരാണെന്നും കോൺഗ്രസ് അന്ന് തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇപ്പോഴിതാ കോടതി വിധി വന്നതോടെ കോൺഗ്രസിൻ്റെ ആരോപണം ശരിയാവുകയും പാർട്ടിക്ക് പങ്കില്ലെന്ന CPM വാദം പൊളിയുകയും ചെയ്തിരിക്കുന്നു. 6 വർഷത്തോളം നീണ്ട നിയമയുദ്ധങ്ങൾക്കൊടുവിലാണ് കേസിൻ്റെ വിധി വന്നിരിക്കുന്നത്. CPM കൊലയാളി സംഘം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ കൊലപാതകത്തിൽ കാസർഗോഡ് പെരിയ കല്യോട്ട് ഗ്രാമത്തിൽ നഷ്ടമായത് എന്തിനുമേതിനും മുൻപന്തിയിലുണ്ടായിരുന്ന 2 ചെറുപ്പക്കാരെയാണ്. കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച ഇരട്ടക്കൊലപാതകത്തിൽ മുൻ MLA KV കുഞ്ഞിരാമന് പുറമെ DYFI നേതാവ് K മണികണ്ഠൻ, പാക്കം മുൻ ലോക്കൽ സെക്രട്ടറി രാഘവൻ വെളുത്തോളി എന്നിവരും പ്രതികളാണ്. 1 മുതൽ 8 വരെ പ്രതികൾ കൊലപാതകത്തിൽ നേരിട്ട് പങ്കാളികളായതായി കോടതി കണ്ടെത്തി. ഇവർക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിക്കുകയായിരുന്നു. 1 മുതൽ 8 വരെ പ്രതികളായ A പീതാംബരൻ, സജി ജോർജ്, KM സുരേഷ്, K അനിൽകുമാർ, ഗിജിൻ, R ശ്രീരാഗ് എന്ന കുട്ടു, A അശ്വിൻ എന്ന അപ്പു, സുബീഷ് എന്ന മണി, 10ാം പ്രതി T രഞ്ജിത്ത് എന്ന അപ്പു, 15ാം പ്രതി A സുരേന്ദ്രൻ എന്നിവർക്കെതിരെയാണ് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ 4 പ്രതികളെ 5 വർഷം കഠിന തടവിന് കോടതി വിധിച്ചു. 4ാം പ്രതി K മണികണ്ഠൻ, 20ാം പ്രതി മുൻ MLA KV കുഞ്ഞിരാമൻ, 21ാം പ്രതി രാഘവൻ വെളുത്തോളി, 22ാം പ്രതി KV ഭാസ്കരൻ എന്നിവർക്കെതിരെയാണ് 5 വർഷം കഠിന തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇരട്ട ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട 10 പ്രതികൾ 2 ലക്ഷം രൂപ പിഴയും അടക്കണം. 14, 20, 21, 22 പ്രതികൾക്കും 5 വർഷം തടവിന് പുറമെ 10,000 രൂപ പിഴയും കോടതി ചുമത്തിയിട്ടുണ്ട്.